എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനീഷ് ബി ടി, ജപ്പാനിലെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഞാനിപ്പോൾ ഉള്ളത് കുഫോസിലാണ്. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ വെച്ച് നടക്കുന്ന ഒരു ഇൻഡോ യൂറോപ്യൻ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ വർക്ക്ഷോപ്പിന്റെ തീം എന്ന് പറയുന്നത് വൺ ഹെൽത്ത് മോണിറ്ററിംഗ് ഓഫ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ വൺ ഹെൽത്ത് മോണിറ്ററിംഗ്, അതേപോലെ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് കുഫോസിന്റെ വൈസ് ചാൻസലർ ആയിട്ടുള്ള പ്രൊഫസർ എ ബിജുകുമാർ സാറിന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. കോവിഡാനന്തര ലോകത്ത് നാം ആരോഗ്യത്തെ നോക്കിക്കാണുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കോവിഡിന് ശേഷം നാം മനുഷ്യന്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ ആരോഗ്യം, മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യം, ഇവയൊക്കെ ചേർത്ത് ചിന്തിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. മനുഷ്യ ആരോഗ്യത്തെ പറ്റിയിട്ടൊരു സങ്കല്പത്തിലും മാറ്റം വന്നിട്ടുണ്ട്. മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെയും മനസ്സിന്റെയും ഒരു സുസ്ഥിതി അല്ലെങ്കിൽ വെൽബീയിങ് അതും കൂടിയാണ് എന്നുള്ള ഒരു സങ്കല്പം കൂടുതൽ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏക ആരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഈ ഏകാരോഗ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം പുതുമയൊന്നുമല്ല. എന്ന് തൊട്ട് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗാണുക്കൾ വരുന്നതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയ സ്ഥിരീകരണം ഉണ്ടായോ, എന്ന് തൊട്ട് ഇത്തരം രോഗാണുക്കൾക്കെതിരായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ മരുന്നുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യനെയും ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ ചിന്ത. അപ്പോൾ ഈ ആശയം പുതുതല്ല, പക്ഷേ ഈ കോവിഡിന് ശേഷം നമ്മളത് ശക്തമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകാരോഗ്യം എന്നുള്ള ആശയത്തിൽ പ്രധാനമായിട്ട് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യവും പരിസ്ഥിതിയുടെ ആരോഗ്യവും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു സങ്കല്പത്തിനെയാണ് ഏകാരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏകാരോഗ്യത്തിന്റെ ഒരു സങ്കല്പത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, അടുത്ത കാലത്ത് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യന് ഭീഷണി ഉണ്ടാക്കുന്ന 10 രോഗങ്ങളിൽ 7 ജന്തുജന്യമാണ്. അതായത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നതാണ്. അതുമാത്രമല്ല, ഈ സമീപകാലത്ത് മനുഷ്യന്റെ ഒരു റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളൊക്കെ തന്നെ ഇത്തരം ജന്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ജന്തുജന്യമായ രോഗാണുക്കൾ കൊണ്ടുണ്ടായതാണെന്നുള്ളതാണ്. കോവിഡിന് ശേഷം വന്നൊരു പ്രധാനപ്പെട്ട മാറ്റം, കോവിഡിന്റെ അല്ലെങ്കിൽ പാത്തജൻ രോഗാണു എന്താണ്, എവിടുന്ന് വന്നു എന്നുള്ളതിന് ഇപ്പോഴും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് വന്യജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് കടന്നു കൂടിയതാകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വരുന്ന വഴികൾ ആലോചിച്ചാൽ, അത് നമ്മൾ നിപ്പയായാലും ഒരുപക്ഷെ ഈ കേരളമാണ് ഇതിന്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ജന്തുജന്യ രോഗങ്ങളൊക്കെ തന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടി കേരളമാണ്. അത് മനുഷ്യർ കൂടുതൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, പരിസ്ഥിതിയിൽ വന്ന ആരോഗ്യത്തിൽ വന്ന മാറ്റങ്ങളും ഇതിന്റെ പ്രകടമായിട്ട് ഉള്ള കാരണമായിട്ട് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഇന്ന് പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് രോഗാണുക്കൾ തന്നെ മ്യൂട്ടേഷൻ സംഭവിച്ച് പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ രോഗാണുക്കൾ സ്വാധീനിക്കുന്നതെന്നും, രോഗാണുക്കൾ എങ്ങനെയാണ് ഒരു അപജയം വന്ന ഒരു പരിസ്ഥിതിയിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് എത്തുന്നതെന്നും, എങ്ങനെയാണ് മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യം കുറയുമ്പോൾ അത് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പെട്ടെന്ന് എത്താനുള്ള സാധ്യതയെന്നും ഒക്കെ സമഗ്രമായി പഠിക്കുന്ന ഒരു ആശയത്തിനെയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം എന്ന് പറയുന്നത്. ഏകാരോഗ്യം എന്നുള്ള ഒരു സങ്കല്പത്തിൽ പ്രധാനമായിട്ട് വരുന്നത് എങ്ങനെയാണ് രോഗാണുക്കൾ മനുഷ്യരിൽ എത്തുന്നത്, മനുഷ്യന്റെ രോഗത്തിന്റെ അവസ്ഥ പഠിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് പരിസ്ഥിതിയുടെ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ രോഗത്തിന് കാരണമാകുന്നത്, എങ്ങനെയാണ് ആ ജീവികളുടെ ആരോഗ്യം കുറയുമ്പോൾ അവയിലുള്ള രോഗാണുക്കൾ, ഒരുപക്ഷെ നേരത്തെ മനുഷ്യന് പ്രശ്നം ഉണ്ടാകാതിരുന്ന രോഗാണുക്കൾ എങ്ങനെ പെട്ടെന്ന് പ്രശ്നകാരികളാകുന്നു, ഇത്തരത്തിലുള്ളൊരു സമഗ്രമായ പഠനമാണ് ഏകാരോഗ്യം എന്നുള്ള ആശയത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിന് ശേഷമുള്ള ലോകത്ത് പ്രത്യേകിച്ചും രോഗം പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ, കോവിഡ് എന്ന് പറയുന്നത് വളരെ മിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗാണുവാണെന്നുള്ള തിരിച്ചറിവും, അതുപോലെ തന്നെ കോവിഡിനേക്കാളും വളരെ മാരക പ്രഹരശേഷിയുള്ള മറ്റു രോഗാണുക്കൾ മറ്റു ജീവജാലങ്ങളിൽ ഇപ്പോഴും കാണപ്പെടുന്നു എന്നുള്ള വസ്തുതയും കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യന്റെ ആരോഗ്യം, പ്രകൃതിയുടെ ആരോഗ്യം, ജീവജാലങ്ങളുടെ ആരോഗ്യം ഇവയൊക്കെ ഒരുമിച്ച് കണക്കിലെടുത്ത് പുതിയ ഒരു ആശയത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഏകാരോഗ്യം എന്ന് പറയുന്ന ആശയം നമ്മൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യം വേണ്ടത് അത് മെഡിക്കൽ ഡോക്ടർമാരുടെ മാത്രം പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നും, അത്
ഏകാരോഗ്യം എന്നുള്ള ആശയം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാർക്കൊപ്പം തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞര്, അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാര്, അതിനോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവരുടെ എല്ലാം ഒരു സംയോജിതമായ പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളൊരു ആശയത്തിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2020 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് ഒരു പ്രാധാന്യം വരുന്നത്. ഈ ഒരു ആശയം നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം രോഗാണുക്കളായ ജീവികൾ, അത് വൈറസ് ആയാലും ശരി, മറ്റു പരാതങ്ങളായാലും ശരി, അവ എവിടെ കാണപ്പെടുന്നു, അത് പരിസ്ഥിതിയുടെ ആരോഗ്യം മാറുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു, അത് മനുഷ്യരിലേക്കുള്ള പകരാനുള്ള ഒരു സാധ്യത കൂടുന്നത് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നേരത്തെ കണ്ടെത്തുക, അവയെ നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്കും കൂടെ വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏകാരോഗ്യം എന്ന് പറയുന്ന ആശയത്തിൽ തീർച്ചയായിട്ടും ഒരു സമഗ്രതയിൽ രോഗാവസ്ഥയെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ അത്തരം ആശയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗവേഷകരും അതിനകത്ത് പങ്കാളികളാകേണ്ടതുണ്ട്. അപ്പോൾ ഈ കാലങ്ങളിൽ വരുന്നൊരു പ്രധാനപ്പെട്ട മാറ്റം, കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ ആരോഗ്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യം, അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ ആരോഗ്യം, ഇവയെ ചേർത്തിട്ട് പുതിയ ഒരു ആരോഗ്യ മാനേജ്മെന്റ് രീതിയിലേക്ക് വരുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവേഷണവും അതിനനുസരിച്ച് പരുവപ്പെട്ട് വരേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, എങ്ങനെയാണ് നമ്മുടെ തണ്ണീർത്തടങ്ങളുടെ, വെറ്റ്ലാൻഡ്സിന്റെ ആരോഗ്യവും എന്നുള്ള ആ ഏകാരോഗ്യ സങ്കല്പവും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് പുതിയ ഗവേഷണ പദ്ധതികൾക്ക് രൂപം നൽകുക എന്നുള്ള രീതിയിലൊരു ശില്പശാല സംഘടിപ്പിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കാളികളായ പല വകുപ്പുകളെയും ചേർത്തിട്ട് ഇത്തരത്തിലൊരു ആലോചനാ യോഗവും ഗവേഷണ പദ്ധതികളും തുടങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നത്.